ക്ലാസ് റൂം BSc സ്വാഗതം. യൂണിഫോം തസ്തികയിൽ ജോലി ആഗ്രഹിക്കുന്ന ഡ്രൈവിംഗ് അറിയുന്നവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ജോലിയാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നത്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ജോലിക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മുൻപ് SSLC ഹെവി ബാഡ്ജ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം +2 ഓർ ഇക്വലൻറ്റ്, അതുപോലെ തന്നെ ലൈസൻസ് വിത്ത് ഡ്രൈവർ ബാഡ്ജ്, ഇതാണ്. അതായത് ഹെവി ലൈസൻസ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 20 മുതൽ 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അത് റിസർവേഷൻ അനുസരിച്ചിട്ട് കൂടും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ OMR എക്സാം നടത്തിയതിന് ശേഷം ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല ഡ്രൈവർമാർക്ക്. എന്നാൽ ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കും ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് CPOയ്ക്ക് ഉള്ളതുപോലെ തന്നെയാണ്. 8 ഐറ്റത്തിൽ 5 എണ്ണം പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ പാസ്സായി കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൽ ഇപ്പം ചിലപ്പോൾ KSRTC പോലുള്ള ബസ്സായിരിക്കും, അതിൽ T ഓടിച്ച് കാണിക്കുക, T എടുത്ത് കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ്, ഈ 2 ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അത് പാസ്സായി കഴിയുമ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് CPO പോലെ തന്നെ 1 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് ഉള്ളത്. OMR എക്സാം, ഫിസിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ്, പിന്നെ റാങ്ക് ലിസ്റ്റിൽ വരുന്നു. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അഡ്വൈസ് വന്നതിന് ശേഷം നമുക്കൊരു മെഡിക്കൽ ഉണ്ടായിരിക്കും. മെഡിക്കൽ ബോർഡെന്ന് നമ്മൾ ഈ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മെഡിക്കലിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതേ പ്രോസസ്സ് തന്നെയാണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയ്ക്കും ഉള്ളത്. എന്തൊക്കെയാണ് മെഡിക്കലിൽ നോക്കുന്നത്, മെഡിക്കലിന് ശേഷമുള്ള പ്രോസസ്സ് എന്താണ്, എല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. സാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത് CPOയുടെ അതേ പേ സ്കെയിൽ തന്നെയാണ്. 31,100 മുതൽ 66,800 രൂപ വരെയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഡ്രൈവർമാർക്ക് ഇൻ സർവീസ് ട്രെയിനിങ് ആയിരുന്നു. അതായത് 6 മാസത്തെ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ സാലറിയും അതുപോലെ തന്നെ അലവൻസും കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രീ സർവീസ് ട്രെയിനിങ് ആണ്. അതായത് CPOയ്ക്ക് ഉള്ളതുപോലെ തന്നെ 9 മാസത്തെ ട്രെയിനിങ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. 9 മാസം ട്രെയിനിങ് ഉണ്ട്. അപ്പം സ്റ്റൈപ്പൻഡ് ആയിരിക്കും കിട്ടുന്നത്. 9 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഫുൾ സാലറിയും കിട്ടുന്നതായിരിക്കും. അപ്പം ബേസിക് പേ 31,100 തുടക്കം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ DA ഏകദേശം 2,799 രൂപ വരെ കിട്ടും. 2,800 രൂപയോളം, കാരണം ഇപ്പോൾ 9% DA ആക്കിയിട്ടുണ്ട്. പിന്നെ HRA, അതുപോലെ തന്നെ ഡേ ഓഫ് അലവൻസ്, പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ്, പോലീസ് സ്പെഷ്യൽ അലവൻസ്, റിസ്ക് അലവൻസ് തുടങ്ങിയ അലവൻസുകളും കൂടി ചേർത്ത് 38,000 രൂപയോളം സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 38,000 രൂപയായിരിക്കും കിട്ടുന്നത്. ഇതിൽ നിന്നും കുറച്ച് കട്ടിങ്ങുകളുണ്ട്. അതായത് NPS എന്ന് പറയുമ്പം സാലറിയുടെ ബേസിക് പേ പ്ലസ് DAയുടെ 10% NPSന് കട്ടാക്കുന്നത്. അതുപോലെ തന്നെ GIS, SLI, PF ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതിനനുസരിച്ച് മാറും. പിന്നെ മെഡിസെപ്പിൻ്റെ 500 രൂപ. അപ്പോൾ ഇത്രയും കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 30,000 രൂപയോളം നമ്മുടെ കയ്യിൽ സാലറി കിട്ടും. 30,000 രൂപ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് കിട്ടുന്നതാണ്. പിന്നെ 1 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് കിട്ടുന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് മാത്രമാണ്. അതായത് CPOയ്ക്ക് ഉള്ളതുപോലെ തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമേ, ഒരു LD ക്ലർക്കിനും എല്ലാം അങ്ങനെ തന്നെയാണ്, രണ്ടാമത്തെ ഇൻക്രിമെൻ്റ് കിട്ടണമെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റ് ഒന്നുമില്ല. പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമാണ്. നമ്മൾ ട്രെയിനിങ് പീരീഡിലോ അല്ലെങ്കിൽ ഈ പ്രൊബേഷൻ പീരീഡിനുള്ളിൽ നമ്മൾ ലീവൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, EL അതായത് ഏൺഡ് ലീവ്, അങ്ങനെയുള്ള ലീവുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊബേഷൻ നീണ്ടുപോകും. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻക്രിമെൻറ്റ് കിട്ടുന്നു. പിന്നെ നമുക്ക് പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ കിട്ടണമെങ്കിൽ, അതായത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൽ നിന്നും ഹെഡ് കോൺസ്റ്റബിൾ ഡ്രൈവറായിട്ട് മാറണമെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവർ HC ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ HC ടെസ്റ്റ് പാസ്സായിരിക്കണം. ബറ്റാലിയനുകളിലൊക്കെ ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട് കയറുന്ന ആൾക്കും അത് തന്നെയാണ്. HC ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ മാത്രമാണ് അവർക്ക് ഹവിൽദാറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. ബറ്റാലിയനുകളിൽ നമ്മൾ ഹെഡ് കോൺസ്റ്റബിൾ എന്നല്ല പറയുന്നത്, ഹവിൽദാർ എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു HC ഡ്രൈവറായിട്ട് കയറണമെങ്കിൽ നമ്മൾ HC ടെസ്റ്റ് പാസ്സായിരിക്കണം. അത് പാസ്സായതിനു ശേഷം മാത്രമാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. പിന്നെ ASI ആവുന്നു, SI, അങ്ങനെ മുകളിലേക്ക് പ്രൊമോഷൻ സാധ്യതകളും ധാരാളമുള്ള ഒരു പോസ്റ്റാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നത്. ഇനി ഡ്യൂട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പൊതുവേ ബറ്റാലിയനുകളൊക്കെ ഡ്യൂട്ടി കുറച്ച് കുറവാണ്. പുറത്ത് പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടി എന്ന് പറയുമ്പം കുറച്ചുണ്ടായിരിക്കും. എന്നാലും
ഒരു പോലീസ് കോൺസ്റ്റബിളിനുള്ളതിൻ്റെ അത്രയും റിസ്ക് ഒന്നും അത്രയും ഡ്യൂട്ടി ഒന്നും ഡ്രൈവർക്കില്ല. റെസ്റ്റ് ഒക്കെ കിട്ടും. 48 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡറൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള റെസ്റ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്നത് ടെൻഷൻ അത്രയും ഇല്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഡ്രൈവിംഗ് അറിയാം, ഡ്രൈവിംഗ് ഇഷ്ടമാണെന്നുള്ളവർക്കും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു നല്ല ജോലിയാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ 190ഓളം പോസ്റ്റ് പുതിയതായിട്ട് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പോലീസിലേക്ക്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷത്തിൽ നിന്നും 1 വർഷത്തിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ CPO പോലെ ബൾക്കായിട്ട് നിയമനം നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പൊസിഷനിൽ എത്തിയാൽ തന്നെ ഈ 1 വർഷത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും നിയമനം ലഭിക്കുന്നതാണ്. നമുക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ള വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നത്. പൊതുവേ വലിയ സ്ട്രെസ് ഇല്ലാത്ത എന്നാൽ നല്ല സാലറി പാക്കേജുമുള്ള യൂണിഫോം തസ്തികയിലുള്ള ഒരു ജോലിയാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പോസ്റ്റുകളും നമ്മളുടെ PSCയിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ജോലിയിൽ ഇത്തരം പോസ്റ്റുകളും ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും പൊതുവേ LDC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഡ്രൈവിംഗ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സർക്കാർ ജോലി, ഇതുപോലെയുള്ള സർക്കാർ ജോലിയും നമുക്ക് ഇടയിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുവരെയും ഇങ്ങനെയുള്ള ജോലികൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് ഇത്തരം ജോലികൾ കൊണ്ടും സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്